ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിയാൻ 3 നാൾ മാത്രം ബാക്കി. കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ സമർപ്പണം നടന്നു. മലയ്ക്കപ്പാറ പത്തടിപ്പാലത്തിനടുത്ത് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാൻ മറിഞ്ഞ് 7 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് നഗരസഭാ ജീവനക്കാർ വിനോദയാത്രയ്ക്കെത്തിയ വാനാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. തൃക്കൂർ മുട്ടിത്തടി കയ്യാലപ്പടി പ്രദേശത്തെ മണ്ണെടുപ്പിനെതിരെ ജില്ലാ കളക്ടർക്ക് നാട്ടുകാരുടെ പരാതി. 2 മാസത്തിലേറെയായി കുന്നിടിച്ച് നടത്തുന്ന മണ്ണെടുപ്പ് അനധികൃതമാണെന്ന് നാട്ടുകാർ. കൊടകര ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കൃഷി ഇറക്കിയ ശേഷം ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ. കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. 2 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റത് 20ഓളം പേർക്ക്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിയാൻ 3 നാൾ മാത്രം ബാക്കി. കലോത്സവ വേദിയിൽ തിരക്കിട്ട ഒരുക്കങ്ങൾ. കലാമാമാങ്കത്തിന് തൃശൂർ ഒരുങ്ങുകയാണ്. 64ാമത് സ്കൂൾ കലോത്സവം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെത്തുമ്പോൾ അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് തൃശൂർ. 24 വേദികൾ, 249 മത്സര ഇനങ്ങൾ. പ്രധാന വേദി ഒരുങ്ങുന്നത് തേക്കിൻകാട് മൈതാനിയിൽ. 14-ാം തീയതി കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. 18-ാം തീയതി സമാപന സമ്മേളനം ചലച്ചിത്ര താരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ ഒരേ സമയം 8000 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മത്സരാർത്ഥികൾക്ക് 28 കേന്ദ്രങ്ങളിലായാണ് താമസ സൗകര്യം. ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര തൃശൂരിലെത്തും. തൃശൂർ ഒരുങ്ങുകയാണ്. കലാപൂരത്തിന് ഇനി 3 നാൾ മാത്രം. TCV തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ സമർപ്പണം നടന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ പൂരം പ്രദർശന നഗരിയിലാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദി ഒരുങ്ങിയത്. 14-ാം തീയതിയെ കലാമേളയ്ക്ക് അരങ്ങുണരുവെങ്കിലും 10ഓടെ പ്രധാന വേദി സജ്ജമാക്കുമെന്നായിരുന്നു നിർമ്മാണ ചുമതലക്കാരുടെ വാക്ക്. അത് പാലിക്കപ്പെട്ടതോടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ പ്രധാന വേദി നാടമുറിച്ച് നാടിന് സമർപ്പിച്ചു. കലോത്സവം തൃശ്ശൂർ വച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്ന കലോത്സവമാണ്. കായിക രംഗത്തും കലാരംഗത്തും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ആശങ്കയോ വിവാദമോ ഇല്ലാതെ അതിഗംഭീരമായി തന്നെ കലോത്സവം നടക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും നമുക്കില്ല. 14-ാം തീയതി രാവിലെ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള പാരമ്പര്യമുള്ള തൃശ്ശൂരിൽ മേളത്തോടുകൂടി നമ്മൾ ആരംഭിച്ച് 18-ാം തീയതി പുലിക്കളിയോടുകൂടി നമ്മുടെ ഈ മഹാ ഉത്സവം സമാപിക്കാവുന്ന വിധത്തിൽ തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം പൂർണ്ണമായും ബന്ധപ്പെട്ട വിധത്തിൽ തയ്യാറാക്കും. 249 ഇനങ്ങളെ ഈ കലോത്സവത്തിൽ ഇപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിൽ വിവാദം ഒരു ഇനമല്ല. അപ്പം അതുകൊണ്ട് 250ാമത്തെ ഇനത്തെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ഇതുവരെയും ആലോചിച്ചിട്ടില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, സംഘാടക സമിതി കൺവീനർ കൂടിയായ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 6 വർഷങ്ങൾക്ക് ശേഷം പൂരനഗരിയിൽ വന്നെത്തുന്ന കൗമാര കലാമേളയ്ക്കുള്ള മറ്റ് വേദികളുടെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിക്ക് പുറമെ തേക്കിൻകാട് മൈതാനത്തൊരുങ്ങുന്ന മറ്റ് 2 വേദികളുടെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. തിരുവനന്തപുരം സ്വദേശി വിജയകുമാറും സിവിൽ എഞ്ചിനീയറായ മകൾ ശ്രീഷ്മയും ചേർന്നാണ് വേദികൾ സജ്ജമാക്കുന്നത്. ഈ മാസം 14 മുതൽ 18 വരെ നഗരപരിധിയിലെ 25 വേദികളിലായാണ് കലാപൂരം അരങ്ങേറുന്നത്. പൂരങ്ങളുടെ പൂരത്തിന്റെ നഗരി ഇനി കലാപൂരത്തിന് വേദിയാണ്. 4 നാൾക്കപ്പുറം കലാവേദി ഉണരും.
പ്രധാന വേദിയുടെ സമർപ്പണം നടന്നു. പ്രധാന വേദിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. മലയ്ക്കപ്പാറ പത്തടി പാലത്തിനടുത്ത് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാൻ മറിഞ്ഞ് 7 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് നഗരസഭാ ജീവനക്കാർ വിനോദയാത്രയ്ക്കെത്തിയ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കുഴൽമന്നം മണ്ടിക്കാട് വീട്ടിൽ ബിന്ദുജ, മകൻ അൻവേദ്, വടക്കുംതര കളരിക്കൽ വേണുഗോപാൽ, കരിപ്പോട് മംഗലത്ത് വീട്ടിൽ സരിത, മകൾ ചാരുനേത്ര, പുതുപ്പങ്ങരം അൽഹിലാൽ വീട്ടിൽ വുഫിയ ബീവി, ഡ്രൈവർ കൊട്ടേക്കാട് പുളിക്കൽ വീട്ടിൽ വരുൺ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 17-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ട വാനിലുണ്ടായിരുന്നത്. വിവരം അറിഞ്ഞെത്തിയ മലക്കപ്പാറ പോലീസ് സ്വകാര്യ വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. തൃക്കൂർ മുട്ടിത്തടി കയ്യാലപ്പടി പ്രദേശത്തെ മണ്ണെടുപ്പിനെതിരെ ജില്ലാ കളക്ടർക്ക് നാട്ടുകാരുടെ പരാതി. 2 മാസത്തിലേറെയായി കുന്നിടിച്ച് നടത്തുന്ന മണ്ണെടുപ്പ് അനധികൃതമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മണ്ണെടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഭൂരിഭാഗം ലോറികളിലും കൊണ്ടുപോകുന്ന മണ്ണ് സ്വകാര്യ വ്യക്തികളുടെ പാടവും പറമ്പും നികത്താൻ ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. പ്രദേശത്ത് 6 ഏക്കറിലേറെ കുന്നാണ് ഇടിച്ചു നിരത്തി മണ്ണ് കൊണ്ടുപോകുന്നത്. ദിവസവും 100-ലേറെ ലോഡുകൾ കൊണ്ടുപോകുന്നു. നാട്ടുകാർ ജിയോളജി വകുപ്പിൽ ബന്ധപ്പെട്ടെങ്കിലും അനുമതി നൽകിയിട്ടില്ലെന്നാണ് മറുപടി. നവംബർ 10-ാം തീയതി മുതൽ മണ്ണെടുപ്പ് തുടങ്ങിയതാണ് ഇവിടെ. ഇതുവരെ ഈ മണ്ണെടുക്കുന്നതിന് യാതൊരുവിധ അനുമതിയും സർക്കാർ തലത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. 100 ലോഡ് മണ്ണ് പോയി 6 ഏക്കർ സ്ഥലം മണ്ണ് പോയിട്ട് ഇവിടുന്ന് പോയ മണ്ണുകൾ എവിടേക്ക് പോകണമെന്ന് ഒരു പിടുത്തില്ല. ഈ പോകുന്ന മണ്ണുകൾ ചെന്നുണ്ടെങ്കിൽ അവിടെ ഹൈവേലത്തെ പണി കഴിയേണ്ട സമയം കഴിഞ്ഞു. നിയന്ത്രണങ്ങൾ പാലിക്കാതെ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ അടിയന്തര നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടോറസ് ലോറികളിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ സ്റ്റിക്കർ പതിച്ചാണ് മണ്ണ് കടത്തുന്നത്. അമിതഭാരം കയറ്റിയ ലോറികൾ നിരന്തരം പോകുന്നത് മൂലം ആമ്പല്ലൂർ വെള്ളാനിക്കോട് റോഡ് തകർച്ചാ ഭീഷണിയിലാണ്. ആമ്പല്ലൂർ മുതൽ കള്ളായി വരെ ഉള്ള റോഡ് അമിത ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങളുടെ പോക്കുകൊണ്ട് ഈ റോഡിന്റെ 70% നാശമായി കഴിഞ്ഞു. ഇത് അന്വേഷിക്കേണ്ട അധികാരികൾക്ക് യാതൊരു മിണ്ടാട്ടുമില്ല. ഈ അനധികൃതമായ മണ്ണെടുപ്പ് മൂലം റോഡിലൊക്കെ ഭയങ്കര പൊടിയും, അതുപോലെ തന്നെ സ്കൂൾ ടൈമിൽ പോലും അവര് അത് നിർത്തിവെക്കുന്നില്ല. ഈ മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന ലോറിയുടെ പോക്ക്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ കുന്നിടിക്കുന്നത് മൂലം സമീപത്തെ കുഴൽക്കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഇവിടെ മണ്ണെടുക്കുന്നത് മൂലം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടുകാർ ഇനി വരുന്ന വർഷങ്ങളിൽ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഇവിടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. ഇവിടെ മണ്ണെടുത്തത് മൂലം ഇനി കുടിവെള്ള പ്രശ്നം കൂടുകയുള്ളൂ. 500 സ്ക്വയർ മീറ്ററിനുള്ളിൽ 5-8 കുഴൽക്കിണർ ഇപ്പൊ നിലവിലുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ മണ്ണെടുക്കലും കാര്യങ്ങളും വരുമ്പോൾ ഭൂമി, ഞങ്ങൾ കേട്ടിട്ടുള്ളത് പരിസ്ഥിതിയിൽ ഭൂമിയും കുന്നൊക്കെ ഒരു വാട്ടർ ടാങ്കാന്നാണ്. അപ്പൊ ഈ വെള്ളം ശേഖരിച്ച് വെക്കാൻ ഒരു സ്ഥലമില്ലാത്ത ഇതായത്. പ്രശ്നത്തിൽ എത്രയും വേഗം പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ ഇടപെടണമെന്നും അനധികൃത മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാം പാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറേശ്വരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലമ്പാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലമ്പാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോഴേക്കും കനാൽ അടയ്ക്കേണ്ട സമയമാകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇക്കുറി കൃഷിയിറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലമ്പാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. കതിരു വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയത്. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിരു വന്ന നെൽച്ചെടികളെ ഉണക്കുഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാവുമെന്ന് കർഷകനും മുൻ പഞ്ചായത്ത് അംഗവുമായ VK സുബ്രഹ്മണ്യൻ പറയുന്നു. പാടശേഖരത്തിൽ 3 പൂവ് നെൽകൃഷി ചെയ്തിരുന്നതാണ്. നല്ല വേനൽക്കാലത്ത് ഒരു തുള്ളി മഴ പെയ്യാത്ത കാലത്ത് പോലും പുഞ്ച പോലും ഞങ്ങൾ പണിത് 3 പൂവാന് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഉണ്ടായത് കനാൽ ഓഫീസിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം ടേൺ അനുസരിച്ച് വിടേണ്ടതിനെ പറ്റി. 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം വെള്ളം വിടാനേ പറ്റുള്ളൂ എന്നൊരു തീരുമാനമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിന് ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഇറിഗേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി കർഷകർ പറയുന്നു. എന്നാൽ കർഷകരുടെ ആവശ്യം വേണ്ട രീതിയിൽ അധികൃതർ പരിഗണിച്ചില്ലെന്ന പരാതിയാണ് കർഷകർക്കുള്ളത്. നിലമൊരുക്കാനും വിതയ്ക്കാനും മറ്റുമായി നല്ലൊരു തുകയാണ് കർഷകർ ചെലവഴിച്ചിട്ടുള്ളത്. 100 ചിലാനപ്പറയ്ക്ക് നിലം ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഉണങ്ങി എടുക്കുകയാണ്. മണൽപ്പറ്റുള്ള ഒരു പാടശേഖരമാണ്. വെള്ളം തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് വറ്റി ഉണങ്ങും. അപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നെല്ലൊക്കെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ദിവസം കഴിയുമ്പോൾ 2-3 ദിവസം തുറന്നു തരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഇത് അല്ലെങ്കിൽ നിങ്ങൾ പണിനേലും മുൻപ് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ കാര്യം മുൻകൂട്ടി പറയായിരുന്നെങ്കിൽ ഞങ്ങൾ പണിയില്ലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കൃഷി ഇറക്കി കഴിഞ്ഞു.
ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വർഷത്തിൽ 3 വട്ടം കൃഷിയിറക്കിയിരുന്ന പാടശേഖരമാണ് ചാറ്റിലമ്പാടം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിരിപ്പ് കൃഷി മാത്രമേ ഇവിടെ വിജയകരമായി ചെയ്യാനാവൂ എന്നതാണ് അവസ്ഥ. മുണ്ടകൻ ഇറക്കിയാൽ പലപ്പോഴും കൊയ്ത്തെടുക്കാൻ കിട്ടാറില്ല. TCV ന്യൂസ്, കൊടകര. കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനമായി. ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും വൻതോതിൽ മണലെടുക്കുന്നത് ഉൾനാടൻ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ്, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മഞ്ഞനപ്പള്ളി, പുല്ലൂറ്റുപാലം എന്നിവിടങ്ങളിലാണ് കനോലി കനാലിൽ വ്യാപകമായി മണൽ ഖനനം നടക്കുന്നത്. കോടതിയുടെ അനുമതിയോടെ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണലെടുക്കുന്നത്. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അശാസ്ത്രീയമായാണ് മണൽ വരുന്നതെന്നും തുടർച്ചയായുള്ള മണലെടുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കക്കവാര തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവർ ഉപജീവനം നടത്തിപ്പോരുന്ന ഒരു കനോലി കനാൽ കൂടിയാണ്. നിലവിൽ ഇവിടെ മാസങ്ങളായിട്ട് 3 ഡ്രഡ്ജിംഗ് മെഷീനിൽ 3 സെന്ററുകൾ കേന്ദ്രീകരിച്ചിട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ആഴമില്ലാത്ത കനോലി കനാലുമായി ബന്ധപ്പെട്ട് ആഴമില്ലാത്ത ഭാഗങ്ങളിൽ 5 മീറ്റർ മാത്രമേ ഡ്രഡ്ജിംഗ് നടത്താൻ അനുമതിയുള്ളൂ. പക്ഷേ നിലവിൽ ഇവിടെ 10-15 മീറ്റർ താഴ്ത്തിക്കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള മണൽക്കൊള്ളയാണ് ഇവിടെ നടന്നത്. ഞങ്ങൾക്ക് മണൽക്കൊള്ള അല്ലെങ്കിൽ വികസനത്തിന് ഞങ്ങൾ ഒരിക്കലും എത്തില്ല. പക്ഷേ ഇതുപോലത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ ഒരു സംവിധാനത്തിന് ഞങ്ങളെ പ്രതിഷേധം ശിവാലയ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട്. മണലെടുപ്പ് മൂലം കനോലി കനാലിൽ മത്സ്യബന്ധനം തടസ്സപ്പെട്ട നിലയിലാണ്. ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനം അവസാനിപ്പിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. ചാലക്കുടിയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം, 3 പേർക്ക് കടിയേറ്റു. ശനിയാഴ്ച രാവിലെ ചാലക്കുടി മാർക്കറ്റിൽ വെച്ചാണ് 3 പേരെ നായ കടിച്ചത്. പരിക്കേറ്റ 2 പേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റൊരാൾ അതിഥി തൊഴിലാളിയായ യുവാവാണ്. ചൌക്ക സ്വദേശി ജോബി, മേലൂർ കുന്നപ്പിള്ളി സ്വദേശി രാജീവ് എന്നിവരാണ് ആശുപത്രിയിൽ എത്തിയത്. ബാറൂൺ ഇസ്ലാം എന്ന ആസാം സ്വദേശി മാർക്കറ്റിലെ കശാപ്പുശാല തൊഴിലാളിയാണ്. മറ്റ് 2 പേർ മാംസം വാങ്ങിക്കാൻ എത്തിയതായിരുന്നു. കശാപ്പുശാലയ്ക്ക് മുന്നിൽ കിടന്ന നായ ഓടിവന്ന് കടിക്കുകയായിരുന്നു എന്ന് രാജീവ് പറഞ്ഞു. ഞാൻ ചാലക്കുടി മാർക്കറ്റിൽ ഇറച്ചി വാങ്ങിയപ്പോൾ ഒരു പട്ടി വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കടിച്ച്. പട്ടികൾ ഇപ്പോൾ ആദ്യമേ തൊട്ട് ഭയങ്കര നിരന്തരം ശല്യമാണെന്ന് പറഞ്ഞു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്തെങ്കിലും നമ്മുടെ നഗരസഭ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. വിവരമറിഞ്ഞ് ചാലക്കുടി നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മാസങ്ങൾക്ക് മുമ്പ് മാർക്കറ്റ് റോഡിൽ 4 ഘട്ടങ്ങളിലായി 20ഓളം പേരെ നായ കടിച്ചിരുന്നു. പിന്നീട് തൊട്ടടുത്ത ജനതാ റോഡിലും നിരവധി പേർക്ക് നായകളുടെ കടിയേറ്റു. അക്രമകാരികളായ ഈ നായകൾക്കെല്ലാം വിഷബാധയുണ്ടെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ആളുകളെ കടിച്ച വേളയിൽ തന്നെ നാട്ടുകാർ ചേർന്ന് നായകളെ തല്ലിക്കൊല്ലുകയും ചെയ്തു. ചാലക്കുടി മാർക്കറ്റ് റോഡും പരിസരവും തെരുവ് നായകളുടെ പിടിയിലാണ്. 100 കണക്കിന് നായകളാണ് കടകൾക്ക് മുന്നിൽ അലഞ്ഞു തിരിയുന്നത്. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അവസ്ഥ വ്യത്യസ്തമല്ല. നേരം ഇരുട്ടിയാൽ നായ്ക്കളെ ഭയന്ന് പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. സാംസ്കാരിക ഉന്നതിയിലുണ്ടായിരുന്ന രാജ്യം ഇന്ന് വലിയ തോതിൽ പുറകോട്ടു പോയെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ.
കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സാംസ്കാരിക ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, AICC സെക്രട്ടറി TN പ്രതാപൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ്, PSK മൊയ്തു ബാഖവി, സയ്യിദ് ഫസൽ തങ്ങൾ, താഴപ്ര മൊഹ്യുദ്ദീൻ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഖേദകരമായ കാഴ്ചയാണ് നാം കാണുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വോട്ട് കോഴ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചിറ്റ്ലിപ്പള്ളി MLAയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഓട്ടുപാറയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറച്ചിടാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K അജിത് കുമാർ, കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് തുടങ്ങിയവർ സംസാരിച്ചു. UDFിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജാഫർ എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകന് 50 ലക്ഷം രൂപ ദേശീയപാത കുറുമാലിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പറപ്പൂക്കര മൂത്രത്തിക്കര സ്വദേശി കൊരട്ടിക്കാട്ടിൽ 55 വയസ്സുള്ള ബാബു എന്ന് വിളിക്കുന്ന അറുമുഖനാണ് മരിച്ചത്. ജനുവരി 1-നായിരുന്നു അപകടം. നന്ദിക്കര സെന്ററിൽ പ്രവർത്തിക്കുന്ന ചിപ്സ് ഹട്ട് ബേക്കറിയുടെ ഉടമയാണ് ബാബു. കട തുറക്കാൻ പോകുന്നതിനിടെ കുറുമാലിയിൽ വെച്ച് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് തെങ്ങിൽ ഇടിച്ചു. അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു. എറണാകുളം കലൂർ പുന്നംകുടിപ്പറമ്പിൽ ഖാലിദ് മക്കളായ അജ്മൽ, അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ ബസ് നിർത്താതെ പോയി. എറണാകുളത്ത് നിന്ന് വന്നിരുന്ന ബസ് മലപ്പുറം തിരൂരിലേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ തെങ്ങിൽ ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പരിയാരത്ത് പെട്രോൾ പമ്പിന് സമീപം പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാൻ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പരിയാരം മുനിപ്പാറ കിഴക്കുംതല വീട്ടിൽ നസീറിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. പോട്ട പയ്യപ്പള്ളി വീട്ടിൽ റിബിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് മോഷ്ടിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ചാലക്കുടി SHO MK സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ മാടവനയിൽ ഭാര്യയെ വാക്കത്തികൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് അറസ്റ്റിൽ. മാടവന അത്താണിപ്പന പറമ്പിൽ വീട്ടിൽ പ്രദീപിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെ അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഭാര്യയെ പ്രദീപ് വാക്കത്തി ഉപയോഗിച്ച് തലയ്ക്ക് പിന്നിൽ വെട്ടുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 70-ാം വയസ്സിൽ പ്രായത്തിന്റെ അവശതകളെ മറന്ന 70% മാർക്കോടെ 10ാം തരം പരീക്ഷയിൽ വിജയം നേടിയിരിക്കുകയാണ് മതിലകം സ്വദേശിനിയായ സുബൈദ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ അവധി ദിവസങ്ങളിൽ നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ തുടർ സാക്ഷരതാ മിഷനിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. 3ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന ഇവർ സാക്ഷരതാ ക്ലാസുകളിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി ചിട്ടയായ പഠനത്തിലൂടെയാണ് തിളക്കമാർന്ന വിജയം കൈപ്പിടിയിലൊതുക്കിയത്. മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും പ്രോത്സാഹനത്തോടെ +2-വും തുടർന്ന് ഡിഗ്രിയും എടുക്കാനുള്ള മാനസിക തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സുബൈദ. മതിലകം സെന്ററിന് പടിഞ്ഞാറ് പരേതനായ കുഴിക്കണ്ടത്തിൽ മജീദിന്റെ ഭാര്യയാണ് സുബൈദ. പഠനത്തിൽ മികവ് തെളിയിച്ച സുബൈദയെ മതിലകം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വീട്ടിലെത്തി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വൈസ് പ്രസിഡന്റ് PM ആൽഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PH നിയാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AA ബിനീഷ്, വാർഡ് മെമ്പർ ഹസീന റഷീദ് എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. TCV കയ്പമംഗലം. നീലത്തുമഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ശ്രീകുരുമ്പ പുരസ്കാരം CK ശേഖരന്. 1987 മുതൽ മാസപ്പടി തസ്തികയിൽ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരുന്ന ശേഖരൻ ക്ഷേത്രത്തിലെ താലപ്പൊലി, ഭരണി തുടങ്ങിയ മഹോത്സവങ്ങളുടെ ആചാരാനുഷ്ഠാന ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമാണ്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും ശേഖരനെ ജോലിയിൽ തുടരാൻ ദേവസ്വം ബോർഡ് അനുവദിക്കുകയുണ്ടായി.
രണ്ടാം താലപ്പൊലി ദിവസമായ ബുധനാഴ്ച രാവിലെ 11-ന് കോട്ട കോവിലകത്ത് നടക്കുന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പുരസ്കാരം സമ്മാനിക്കും. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ പിണ്ടിപ്പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. നൂറുകണക്കിന് വിശ്വാസികളാണ് കൂടുതുറക്കൽ ശുശ്രൂഷയിൽ പങ്കാളികളായത്. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3:30 തിരുനാൾ പ്രദക്ഷിണം നടക്കും. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോ സിംബിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും 168ാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായുള്ള ചന്ദനക്കുടം നേർച്ചയുടെ കൊടിക്കയറ്റം നടന്നു. തെക്ക് വടക്കുഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ കാഴ്ച ജാറം അങ്കണത്തിൽ എത്തി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനകൾ റോഡിൽ അണിനിരന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക പ്രസിഡന്റ് CM ജോർജിന്റെ ഓർമ്മദിനത്തിൽ പാലക്കൽ യൂണിറ്റ് അനുസ്മരണം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ ജൂജി ജേക്കബ്, ജോയ് വൈദ്യക്കാരൻ, സലീഷ് കാട്ടുങ്ങൽ, KV ഷിജു, രതി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള വീൽചെയർ റൈഡ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏനാമാവ് നെഹ്റു പാർക്കിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ഭാരവാഹികളായ PB സക്കീർ, സീമ തോമസ്, തസ്ലീം വലപ്പാട്, താജുദ്ദീൻ നാട്ടിക, കവിത കേശവൻ, ഷെറീന ചാവക്കാട് എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 1,40,000 രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കൂട്ടമംഗലം സ്വദേശി പോക്കാക്കിലത്ത് ബഷീർ, കൂരിക്കുഴി സ്വദേശി പോത്തേടത്ത് ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 15-നും ജനുവരി 1-നുമായി 16.7 ഗ്രാം മുക്കുപണ്ടങ്ങൾ പണയം വെച്ചാണ് പ്രതികൾ പണം തട്ടിയെടുത്തത്. വെള്ളിക്കുളങ്ങര ഐപ്പുട്ടിപ്പടിയിൽ കടയുടെ മുന്നിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന വയോധികനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. ചെമ്പൂച്ചിറ ഐപ്പുട്ടിപ്പടി സ്വദേശി കുന്നുകാട്ടിൽ അലക്സിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അലക്സ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ദേശീയപാത കുഞ്ഞനംപാറയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ ആളെ ഇതുവരെയും തിരിച്ചറിയാനായില്ല. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ ഒല്ലൂർ പോലീസുമായി ബന്ധപ്പെടേണ്ടതാണ്. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് KLM എളവള്ളി യൂണിറ്റ് ഒരുക്കിയ ലൈറ്റ് ടവർ ആകർഷകമായി. ഫാദർ സാജൻ വടക്കൻ ലൈറ്റ് ടവർ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു. കേരള ലേബർ മൂവ്മെന്റ് യൂണിറ്റ് പ്രസിഡന്റ് KM ആന്റോ അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, കൺവീനർ PI ഷാജു, സൈമൺ വടക്കൂട്ട്, ലൂഫി റാഫേൽ, CK ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിന്നിൽ മറ്റൊരു ടോറസ് ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർമാരായ പാവർട്ടി സ്വദേശി അനുരാഗ്, പെരുമ്പിലാവ് സ്വദേശി രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടോറസ് ലോറി പാതയോരത്ത് നിർത്തിയിട്ട മറ്റൊരു ടോറസ് ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു.
അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,875 രൂപ, പവന് 1,03,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂരിൽ കലാപൂരത്തിന് തിരിതെളിയാൻ 3 നാൾ മാത്രം ബാക്കി. കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ സമർപ്പണം നടന്നു. മലയ്ക്കപ്പാറ പത്തടിപ്പാലത്തിനടുത്ത് വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാൻ മറിഞ്ഞ് 7 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് നഗരസഭാ ജീവനക്കാർ വിനോദയാത്രയ്ക്കെത്തിയ വാനാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. തൃക്കൂർ മുട്ടിത്തടി കയ്യാലപ്പടി പ്രദേശത്തെ മണ്ണെടുപ്പിനെതിരെ ജില്ലാ കളക്ടർക്ക് നാട്ടുകാരുടെ പരാതി. 2 മാസത്തിലേറെയായി കുന്നിടിച്ച് നടത്തുന്ന മണ്ണെടുപ്പ് അനധികൃതമാണെന്ന് നാട്ടുകാർ. കൊടകര ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കൃഷി ഇറക്കിയ ശേഷം ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ. കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. 2 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റത് 20ഓളം പേർക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.